സർ, ഇന്നലെ ആയിരുന്നല്ലോ ഓഗസ്റ്റ് 7. ഇന്നലെ സൗദി, തുർക്കി, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളും കൂടി ചേർന്ന് സൗദിയിലെ മെക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റിന് ഏതാണ്ട് തീരുമാനമായി. അപ്പം ഇത്ര പെട്ടെന്ന് ഇപ്പം ഈ പശ്ചിമേഷ്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പം ഈ യുദ്ധത്തിനോട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു കരാറിനെ നമുക്ക് വിശേഷിപ്പിക്കാമോ? കാര്യം എന്തെങ്കിലും ഒരു സേഫ് മോഡിലേക്ക് വരാനാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടിയിട്ടാണോ ഇത്ര തിരക്ക് പിടിച്ച് ഈ ഒരു കരാർ ഇവർ 3 രാജ്യങ്ങളും തമ്മിൽ? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഇന്ത്യക്ക് എന്തെങ്കിലും തരത്തിലൊരു അഫക്റ്റ് ചെയ്യുമോ? കാര്യം ഇന്ത്യ പാക് യുദ്ധം ഏത് സമയവും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സൗദി, തുർക്കി, പാകിസ്ഥാൻ തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ച് കഴിയുമ്പം ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് എന്തെങ്കിലും ഒരു ആക്രമണം വേറൊരു കൺട്രിയിൽ നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും മറ്റ് 2 രാജ്യങ്ങളും സഖ്യകക്ഷികളായി നിന്നിട്ട് ഒന്നിച്ച് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പാക് യുദ്ധം വരികയാണെങ്കിൽ ഈ സൗദിയോ തുർക്കിയോ ഇന്ത്യയായിട്ട് നേരിട്ട് ഒരു അറ്റാക്കിന് തയ്യാറാവുമോ? പക്ഷേ ഇൻഡിവിജ്വലി പറയുകയാണെങ്കിൽ സൗദിയായിട്ടൊരു വ്യാപാര ബന്ധവും അങ്ങനെയുള്ള ഒത്തിരി നയതന്ത്ര ബന്ധങ്ങളുണ്ട്, തുർക്കിയായിട്ടും ഇന്ത്യക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുന്നത്? 2-3 ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. അതെ, അതിന് ഏറ്റവും ആദ്യം പറയേണ്ട മറുപടി എന്ന് പറയുന്നത് ഇറാൻ ഇക്കാര്യത്തിൽ നടത്തിയ പ്രതികരണമാണ്. അതെൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അതിനകത്തുണ്ട്. ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇറാൻ പറഞ്ഞത് കടലാസിലുള്ള ഒരു എഗ്രിമെന്റ് കൊണ്ട് പ്രതിരോധം നടക്കുകയില്ലെന്ന. അതായത് അതിന് കടലാസിന്റെ വിലയുള്ളെന്ന് ഇറാൻ പറഞ്ഞതാണ് ഏറ്റവും വ്യക്തമായ നിരീക്ഷണം. അത് തന്നെയാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നാറ്റോ എന്ന അലയൻസിന്റെ അംഗമാണ് തുർക്കി. അതുപോലെ തന്നെ നാറ്റോയിലെ ഏറ്റവും കൂടുതൽ പട്ടാള ശക്തിയുള്ള അംഗബലമുള്ളതാണ്. പ്രതിരോധ വ്യവസായം നാറ്റോയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാജ്യവുമാണ് തുർക്കി. നാറ്റോ പോരാ എന്ന് കണക്കാക്കിയിട്ടാണോ തുർക്കി സൗദിയോടും പാകിസ്ഥാനോടും കൂട്ടുപിടിക്കുന്നത്? നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതെ, US കഴിഞ്ഞാൽ തുർക്കിയാണ് നാറ്റോയിലെ ഏറ്റവും ശക്തിയുള്ള ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അല്ലേ? എന്നിട്ടും ഇനി അടുത്ത കാര്യം അവിടെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാല്, നമ്മള് പണ്ട് ചുള്ളിക്കമ്പൊടിക്കും പറയാറുണ്ട്, കെട്ടിക്കഴിഞ്ഞാൽ ചുള്ളിക്കമ്പാണെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ വില എന്നൊക്കെ പറയാറുണ്ട്. ഈ സൗദിയെയും പാകിസ്ഥാനെയും കൂട്ടിക്കൊണ്ട് തുർക്കിയെ തൽക്കാലത്തേക്ക് ഒഴിവാക്കുക. ഈ 2 രാജ്യങ്ങൾക്ക് എന്താണ് പ്രതിരോധത്തിന്റെ ആണെങ്കിലും പ്രത്യാക്രമണത്തിന്റെ ആണെങ്കിലും മേഖലയിൽ തുർക്കിയോടൊപ്പം നിന്ന് ചെയ്യാൻ കഴിയുന്നത്? അതും ആലോചിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാന കാര്യം, സൗദിക്ക് അമേരിക്കൻ പിന്തുണ ഉണ്ടായിട്ട് പോലും അതൊരു ഘടകമാണ് ഇതിനകത്ത്. അവരിപ്പം ഇറാൻ ആക്രമിക്കുമ്പം സൗദിയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രതിരോധത്തിന്റെ പ്രിപ്പയർഡ്നെസ് ഏറ്റവും കുറഞ്ഞുള്ള രാജ്യമാണ്. കാരണം ഇതുവരെ അവർ കരുതിയിരുന്നത് നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ US പ്രൊട്ടക്ഷൻ കിട്ടും. ഇപ്പൊ അത് പോയി അല്ലേ? അത് പോയി. ഇപ്പോഴവര് പറഞ്ഞു വരുന്നത് അതിന് പകരമാകുമോ പാകിസ്ഥാൻ, അതിന് പകരമാകുമോ തുർക്കി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അവിടെ ശരിക്കും പറയാവുന്നുണ്ടെങ്കിൽ അതും എവിടെ ഇരുന്നാണ് ഒപ്പിട്ടെന്ന് ആലോചിക്കണം. മെക്കയിൽ വെച്ചിട്ടാണ് ഒപ്പിട്ടത്. മുസ്ലിം രാജ്യങ്ങൾ, ആഗോള മുസ്ലിം മതരാഷ്ട്രങ്ങളുടെയും മതരാഷ്ട്രീയത്തിന്റെയും അല്ലെങ്കിൽ ആധ്യാത്മികതയുടെയും കേന്ദ്രമാണ് മെക്ക. മെക്കയിലോട്ട് കണ്ണ തുർക്കിയിലേക്ക് ഖലീഫയ്ക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. അവിടെ ആധിപത്യം ഞങ്ങളുടെ വേണമെന്ന് അവരുടെ ആഗ്രഹം. അത് സൗദി അനുവദിക്കത്തുമില്ല, അത് വേറെ കാര്യം. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം ആരോടാ? അത് നമുക്ക് രണ്ടാമതൊന്ന് ചർച്ച ചെയ്യാം. അതിന് മുമ്പായിട്ടൊരു കാര്യം മെയിനായിട്ടും പറയേണ്ട കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 3 രാജ്യങ്ങളോടും ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ, മറ്റു 2 രാജ്യങ്ങൾ ഇപ്പൊ ഒരാൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ആണല്ലോ, അവിടെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്നുള്ള വാക്കിന് അടിവരയിടുക. എന്നിട്ട് വേണം പല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്. ഈ 3 രാജ്യങ്ങൾക്കും അക്രമ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാ? ഭാരതം തുർക്കിയെ ആക്രമിക്കാൻ സാധ്യതയില്ല. ഭാരതം സൗദിയെ ആക്രമിക്കാൻ സാധ്യതയില്ല. ഭാരതം പാകിസ്ഥാനെ ഇന്നുവരെ ആക്രമിച്ചിട്ടില്ല.
അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. ഇല്ല. ആ ഭാരതത്തിന് ഈ ഒരു കൂട്ടുകെട്ടിന്റെ പേരിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള ഉത്തരം ഇന്ന് വിദേശകാര്യ വക്താവ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചിട്ട് ഞങ്ങൾ വേണ്ടത് പ്രതികരിച്ചോളാം എന്ന് പറഞ്ഞാൽ ആക്രമണത്തിന്റെ ഉദ്ദേശം ഇല്ലാത്ത ഭാരതത്തിന് ഇവര് 3 പേരല്ല 30 പേരും കൂടിയാലും സത്യസന്ധമായിട്ട് അവരുടെ കരാറ് പാലിക്കുകയാണെങ്കിൽ ഭാരതത്തിന് വിഷയമില്ല. സാർ, ഒരു ഡൗട്ട് ആണ് ചോദിക്കട്ടെ. പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുകയാണെന്ന് വെച്ചു. അപ്പൊ ഇന്ത്യ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ല. പക്ഷെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ ഈ ഒരു കരാർ പ്രകാരം മറ്റു 2 രാജ്യങ്ങൾ, ഈ സൗദി ആൻഡ് തുർക്കി, ശരിക്കും സത്യസന്ധമായിട്ടാണെങ്കിൽ വരേണ്ട ആവശ്യമില്ല. പറഞ്ഞ അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല പറഞ്ഞത്. അതാ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ, മറ്റേതെങ്കിലും രാജ്യങ്ങൾ അങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ. അതെ അതെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും നാളെ തുർക്കി കയറിയിട്ട് റഷ്യ ആക്രമിക്കുക, അല്ല ഉക്രൈനെ ആക്രമിക്കുക, സൗദി അറേബ്യയും പാകിസ്ഥാനും കൂടെ പോകും. അവിടെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് അവര്. അതെ, അതിനൊരു പ്രാധാന്യമില്ലേ? അതെ, സത്യം. അലയൻസ് എന്ന് പറയുമ്പം അതൊക്കെ ചിലപ്പോൾ മറന്നു പോകും ചില സാഹചര്യങ്ങളിൽ. ഞാൻ ഇല്ലെന്ന് പറയല്ല, എങ്കിലും അതിനൊരു പ്രാധാന്യമില്ലേ? പിന്നെ അക്രമത്തിന്റെ സാഹചര്യത്തിലാണ് സഹായമായിട്ടെത്തുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രധാനമായിട്ട് എന്താന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ ഇവിടെ കിട്ടുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാണെന്നുള്ളതാണ്. ആ ന്യൂക്ലിയർ രാജ്യമാണെന്നുള്ളതിന്റെ പേരിൽ ന്യൂക്ലിയർ ശക്തിയെ വെച്ചുകൊണ്ട് സൗദിയോടും തുർക്കിയോടും ചേർന്ന് പരമാവധി വില പേശുന്നതിനുള്ള, വില പേശാൻ എന്ന് പറയണ്ട, പാകിസ്ഥാന് വില പേശലല്ല, കയ്യും നീട്ടി തെണ്ടാൻ ചെല്ലുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ആ അവസ്ഥയുള്ള രാജ്യത്തിന് സൗദി അറേബ്യയിൽ നിന്നാണെങ്കിലും തുർക്കിയിൽ നിന്നാണെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ സക്കാത്ത് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കൂടുതൽ കിട്ടാനുള്ള ഒരവസരം ഒരുക്കുന്നു എന്ന് കരുതിയാൽ മതി. അതിന് പറയുന്നത് നിങ്ങൾക്കൊരാവശ്യം വന്നെങ്കിൽ ഞങ്ങളുടെ ന്യൂക്ലിയർ പവർ ഉണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഇറാൻ ഇത്രയും കാലം കടന്നാക്രമിച്ചിട്ടും സൗദിയുടെ സഹായത്തിന്, പ്രതിരോധത്തിന് വേണ്ടി പാകിസ്ഥാൻ എത്തിയിട്ടില്ല. അല്ല, അപ്പൊ ഈ കരാർ ഇല്ലായിരുന്നല്ലോ. കരാർ വേണ്ട, സൗദി ആയിട്ടുണ്ട്. ഈ കരാറിൽ വേറൊരു ഉഭയകക്ഷി കരാർ ഉണ്ടായിരുന്നു, സൗദി ആയിട്ടുണ്ട്. പാകിസ്ഥാൻ സൗദി ആയിട്ട് ഉണ്ടായിരുന്നു. അന്ന് ചെല്ലാത്ത സൗദിക്ക് പാകിസ്ഥാൻ ഇപ്പൊ പിന്നെ ചെല്ലാൻ വേണ്ടി. ശരിയാ, അതെ. ഇതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതെ. പിന്നെ ഭാരതത്തെ സംബന്ധിച്ച് പറയുമ്പം ഭാരതത്തിന്റെ ഡിഫൻസ് പ്രിപ്പയർനെസ് എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനും ഒന്നിച്ചു നിന്നാൽ പോലും പ്രതിരോധം സാധ്യമാകണം, സാധ്യമാകും. ആ പൂർണ്ണ ബോധ്യത്തോടുകൂടിയുള്ള പ്രതിരോധ സംവിധാനമാണ് ഭാരതം ഒരുക്കുന്നത്. തന്നെയല്ല, ടർക്കിയാണെങ്കിലും സൗദിയായിട്ട് അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. തുർക്കിയാണെന്നുണ്ടെങ്കിൽ പോലും ഭാരതത്തെ അനാവശ്യമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് പാകിസ്ഥാനെ സഹായിച്ചല്ലോ. ആ തരത്തിൽ വീണ്ടും അത്തരം സമീപനം ഉണ്ടായാൽ അതിനെന്തായിരിക്കും മറുപടി കൊടുക്കുക എന്നുള്ള കാര്യം അയൽ രാജ്യങ്ങളിൽ, തുർക്കിയുടെ അയൽ രാജ്യങ്ങളിലെ ഭാരതത്തിന്റെ സാന്നിധ്യം കൊണ്ട് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ തുർക്കിയായിട്ട് ഇന്ത്യക്ക് പ്രതിരോധ കരാറിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ഇന്ത്യ അങ്ങനെ തുർക്കിയായിട്ട് അത്തരത്തിലൊരു ഇപ്പൊ വ്യാപാരമൊക്കെ നടക്കുന്നുണ്ട്, നയതന്ത്ര ബന്ധമുണ്ട്, എങ്കിലും ഇന്ത്യക്ക് തുർക്കിയായിട്ട് ഈ പ്രതിരോധത്തിന് എന്ന് വെച്ചാൽ അതിനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. അതിന് പ്രധാന കാരണം തുർക്കിയിലെ ഇപ്പോഴത്തെ ഏകാധിപതി ഉണ്ടല്ലോ, ഏകാധിപതി എന്ന് പറഞ്ഞാൽ മതി. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അജണ്ട വേറെയാ. ഇസ്ലാമിക സാമ്രാജ്യം, ആഗോള ഇസ്ലാമിക സാമ്രാജ്യം വീണ്ടും വരണമെന്നും അതിന്റെ അധിപതിയായിട്ട് താനുണ്ടാവണമെന്നും അങ്ങനെ പുതിയൊരു ഖലീഫയാകണമെന്നും അതാണ് അദ്ദേഹത്തിന്റെ മോഹം. അതാണ് മെക്കയിലൊക്കെ നീങ്ങി പണ്ടും ഉണ്ടായിരുന്നതാണ്. നമ്മൾ ടിപ്പു സുൽത്താനും ഫ്രഞ്ചുകാരും ഈ അവിടുത്തെ ഖലീഫയും തുർക്കിയിലെ ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അപ്പൊ പണ്ട് തൊട്ടേ ആഗോള ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ നേതൃത്വം വഹിക്കുന്നൊരു മോഹം, ഖലീഫയായി ലോകം അടച്ചു വാഴുന്നതിനുള്ള മോഹം, ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ അതിമോഹം. ആ അതിമോഹം ഇന്ന് പുലർത്തുന്ന ആളാണ് ഈ എർഗോദൻ. എന്താണേലും ഇന്ത്യക്ക് ഇപ്പം തൽക്കാലം ഇന്ത്യക്ക് അതിനെ കുറിച്ച് ഒരു അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യക്കാരെ ചിന്തിക്കേണ്ട ക്ലോസ്ലി വാച്ച് ആണ് ഇന്ത്യ എന്ന് അങ്ങനെ കണ്ടു. എന്ന് വെച്ചാൽ ഇന്ത്യ എന്താണ് നടക്കാൻ പോകുന്നത് ഇങ്ങനെ വാച്ച് ചെയ്തോണ്ട് രണ്ട് കാര്യം ഓർത്തോളൂ.
ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് അതെ തുർക്കി പാകിസ്ഥാനൊപ്പം ഉണ്ടായിരുന്നു. അതെ സൗദി പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. സൗദിയുടെ അടുത്ത് പൈസ കിട്ടാനുള്ളൂ. സൗദിയുടെ അടുത്തൊന്നും ആയുധം കിട്ടാനില്ല, കാരണം അവരുടെ തന്നെ ഇല്ല. പട്ടാളത്തെ കിട്ടാനില്ല, അവർക്കില്ല. അവർ ഓടിക്കുന്നത് പാകിസ്ഥാൻ്റെ പഴയ പട്ടാള ജനറൽമാരെയൊക്കെ വെച്ചിട്ട് അവരെ വിലക്കെടുത്താണ് സൗദി മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് സൗദി ഈ കാര്യത്തിൽ നമുക്കൊരു ഘടകമേ അല്ല. ആകെപ്പാട് പാകിസ്ഥാൻ സൗദി അപ്പുറത്ത് നിൽക്കുന്നത് ആഗോള ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് പ്രചരണപരമായ സ്ട്രാറ്റജിക്കലി ഒരു പ്രശ്നം ഉണ്ടാവാം. അതിനെ നല്ല ബന്ധം വഴി നമ്മൾ തീർക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ പാകിസ്ഥാന്റെ കയ്യിലോട്ട് വീണ്ടും വീണ്ടും ധനമൊഴുക്കിയിട്ടും പ്രയോജനം കാണുന്നില്ല എന്ന് കരുതുമ്പം സൗദി തന്നെ ഇതൊരു വേണ്ടാത്ത ബന്ധമാണെന്ന് കരുതി ഇന്നല്ലെങ്കിൽ നാളെ ഇതില്ലാതാക്കും. തൽക്കാലം ഇപ്പം ലക്ഷ്യം അവർക്കുള്ളത് ഇറാനുമായി പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമേരിക്ക അങ്ങനെ അങ്ങ് സൗദിയെ തുർക്കിയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുന്നു കരുതണ്ട. ഒരു ഘട്ടം വരും, ഒന്നുകിൽ നാറ്റോ അല്ലെങ്കിൽ ഈ മുസ്ലിം കൂട്ടായ്മ, മെക്ക കൂട്ടായ്മ, ഇതിലൊന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി തുർക്കിയോട് ചോദിക്കുമ്പം തുർക്കി തന്നെ പറയും ഞങ്ങൾക്ക് ഈ കൂട്ടുകെട്ട് വേണ്ട എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിക്കൂടാതെയില്ല. അതുകൊണ്ട് നിലവിൽ ഭാരതത്തിന് ഇതിനെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയോ അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ഒരപകടവും ഉണ്ടാവാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.